ഇന്ത്യക്കാരെ അമേരിക്ക മനുഷ്യത്വരഹിതമായി തിരിച്ചയച്ച വിഷയത്തിൽ പാർലമെൻറ്റിൽ ഇന്നും ബഹളം ഉണ്ടാകും, സഭ പ്രക്ഷുബ്ധമാകും. ഇന്നലെ വിലങ്ങ് വെച്ച് കാലിൽ ചങ്ങലയൊക്കെ അണിയിച്ചിട്ടാണ് ഈ അനധികൃത കുടിയേറ്റക്കാരെ വിമാനത്തിൽ കയറ്റിവിട്ടത്. ഏതാണ്ട് 10-21 മണിക്കൂർ ഇവർ യാത്ര ചെയ്തു. ഈ 21 മണിക്കൂർ യാത്രക്കിടയിൽ സ്വതന്ത്രമായി ഒന്ന് ബാത്റൂമിൽ പോകാൻ പോലും ഇവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും ഇന്ത്യക്കാരെ അപഹസിച്ച് വിടണമായിരുന്നു എന്നുള്ള കാര്യം അമേരിക്കൻ സർക്കാർ ആലോചിക്കേണ്ടതാണ്. നമുക്കതിനോടൊന്നും യോജിക്കാൻ കഴിയില്ല. മഹാ കുംഭമേളയ്ക്കിടെ ഉണ്ടായ അപകടത്തിലും ഇന്നലെ പ്രതിഷേധമുണ്ടായി. ഇന്നും പ്രതിപക്ഷം തുടരാൻ സാധ്യതയുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരോട് വളരെ നീചമായ രീതിയിലാണ് അമേരിക്കൻ സർക്കാർ പെരുമാറിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാര്യം കയ്യിലും കാലിലുമൊക്കെ വിലങ്ങും ചങ്ങലയൊക്കെ വെച്ച് അവരെ എഴുന്നള്ളിക്കേണ്ട കാര്യമില്ല. അവരെ എന്തായാലും കയറ്റി വിടുകയാണ്. അപ്പോൾ പിന്നെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് കൊല്ലങ്ങളായിട്ട് അമേരിക്ക അനുവർത്തിക്കുന്ന ഒരു നയമാണ്. ആ നയം അങ്ങനെ അവരെ അനുവർത്തിക്കുന്നെങ്കിൽ അത് മാറ്റാൻ സമയമായി. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. തീർച്ചയായും എസ് കെ എൻ സൂചിപ്പിച്ച പോലെ തന്നെ മനുഷ്യത്വരഹിതമായ നടപടിയാണ് ഈ അനധികൃതമായി അമേരിക്കയിലേക്ക് കുടിയേറിയ ഇന്ത്യക്കാർ നേരിടേണ്ടി വന്നത്. അവർക്ക് കൈകളിലും കാലുകളിലും ചങ്ങല അണിയിച്ച് ഏതാണ്ട് 40 മണിക്കൂറോളം ഈ ചങ്ങല അണിഞ്ഞുകൊണ്ട് തന്നെ ഭക്ഷണം, അത് പരിമിതമായ ഭക്ഷണമായിരുന്നു എന്നാണ് പലരും എത്തിയപ്പോൾ പറഞ്ഞത്. ഒപ്പം തന്നെ അവർക്ക് ശുചിമുറിയിൽ പോകുന്ന ഘട്ടത്തിൽ പോലും ഈ ചങ്ങല അഴിച്ചു നൽകാൻ തയ്യാറായിരുന്നില്ല എന്നും പറയുന്നു. ഈ വിഷയം പാർലമെന്റിൽ ഇന്നലെ വലിയ പ്രതിഷേധത്തിന് കാരണമായി. 2 സഭകളിലും ചർച്ച ആവശ്യപ്പെട്ട പ്രതിപക്ഷം നോട്ടീസുകൾ നൽകിയിരുന്നു. ഈ നോട്ടീസുകൾ തള്ളിയെങ്കിൽ പോലും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ 2 സഭകളിലും പ്രസ്താവന നടത്തി ഈ വിഷയത്തിൽ. എന്നാൽ ആ പ്രസ്താവനയിൽ തൃപ്തരല്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. പ്രത്യേകിച്ച് അമേരിക്കയുടെ നടപടികളെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് വിദേശകാര്യമന്ത്രി നടത്തിയത് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പട്ടാള വിമാനത്തിൽ കൊണ്ടുവന്ന് ഇറക്കിയത് US-ന്റെ നയമാണ്, അവരാണ് ഈ വിമാനം ഏത് എന്ന് തീരുമാനിക്കുക എന്ന് പറഞ്ഞതും, കൈച്ചങ്ങലകളും കാൽച്ചങ്ങലകളും അണിയിച്ചതും US-ന്റെ നയമാണ്, ഇത്തരത്തിൽ അനധികൃത കുടിയേറ്റക്കാരോടുള്ള നയമാണ് എന്നാണ് വിദേശകാര്യമന്ത്രി വിശദീകരിച്ചത്. ഇതിൽ തൃപ്തരല്ല എന്നും ഇന്ത്യക്ക് സ്വന്തം വിമാനം അയച്ച് ഇവരെ സ്വീകരിക്കാമായിരുന്നില്ലേ എന്നതുള്ള ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇന്നും ഈ വിഷയത്തിൽ പ്രതിഷേധം തുടരാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. കൂടുതൽ ശക്തമാക്കി ഈ പാർലമെന്റിന് പുറത്തേക്ക് പോലും ഈ പ്രതിഷേധം വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് പ്രതിപക്ഷം നിലവിലുള്ളത്. എസ് കെ എൻ. താങ്ക് യു ബൽറാം നെടുങ്ങാടി.